പെരുമ്പിലാവ് കൊലപാതകത്തിൽ മുഖ്യപ്രതി ലിഷോയ് പിടിയിലായിരിക്കുന്നു എന്ന് മനസ്സിലാക്കുന്നു. അതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ ആ പ്രതി ഓടി രക്ഷപ്പെടുകയായിരുന്നു. ഇപ്പോൾ സൂരജ് സജി നമുക്കൊപ്പം ചേരുന്നുണ്ട് വിവരങ്ങളുമായി. സൂരജ്, പ്രതിയെ വലയിലാക്കാൻ കഴിഞ്ഞു എന്നാണ് ആ ദൃശ്യങ്ങളിൽ നിന്ന് മനസ്സിലാവുന്നത്. വിവരങ്ങൾ എന്താണ് സൂരജ് സജി? ടി കെ, പോലീസിന്റെ കയ്യിൽ നിന്ന് ഓടി രക്ഷപ്പെട്ട പ്രതിയാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്നത്. അതായത് ഈ കൊലപാതകം നടന്ന വീടിന് പുറകിലായിരുന്നു ഒളിച്ചിരുന്നത്. അതിനുശേഷം പ്രതി ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടുകയായിരുന്നത്. ഇപ്പോൾ പ്രതിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നു. അതായത് ഇതിന് സമീപത്തുണ്ടായിരുന്ന ഒരു വീട്ടിൽ, അതായത് പോലീസ് ഇയാളെ ഓടിക്കുന്ന സമയത്ത് ഇതിന് സമീപത്തുള്ള ഒരു വീട്ടിൽ ഈ പ്രതി പതുങ്ങുകയായിരുന്നു. അതായത് ഇപ്പോൾ രാവിലെ നമ്മൾ ആദ്യം കാണിച്ച ദൃശ്യത്തിൽ പോലീസ് ഈ പ്രതിയുടെ പുറകെ ഓടുന്നത് നമുക്ക് കാണാം. ആ സമയത്ത് പ്രതി ഇവിടെ പതുങ്ങിയിരുന്നു എന്ന് വേണം കരുതാൻ. അതിനുശേഷം ഈ പ്രതി ഇവിടെ നിന്ന് ഈ വീട്ടിലേക്ക്, അതായത് ഇതിന് സമീപത്തെ വീട്ടിലേക്ക് പ്രതി ഓടിക്കയറുകയായിരുന്നു. ആ വീട്ടിൽ ഒളിച്ചിരിക്കുകയായിരുന്നു. പോലീസ് ഇവിടെ തിരഞ്ഞുകൊണ്ട് നടക്കുന്ന സമയത്ത് ഈ പ്രതി ഈ വീട്ടിൽ ഒളിച്ചിരുന്നു എന്ന് വേണം കരുതാൻ. ടി കെ, രാവിലെ തന്നെ പോലീസിനെ വട്ടം കറക്കിയ ലിഷോയ് എന്ന പ്രതിയാണ് ഇപ്പോൾ പോലീസിന്റെ പിടിയിലായിരിക്കുന്നത്. രാവിലെ നമ്മൾ ഈ കൊലപാതകം നടന്ന വീട്ടിലേക്ക് എത്തുന്ന സമയത്ത് അവിടെ ഇൻക്വസ്റ്റ് നടപടികളുടെ ഭാഗമായി തലേ ദിവസം കൊലപാതകത്തിന് ശേഷം സുരക്ഷയ്ക്കായി ഏർപ്പെടുത്തിയ പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. അപ്പോഴാണ് ഇപ്പോൾ ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ആ വീടിന് പുറകുവശത്ത് നിന്ന് വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് പ്രതി ഓടി രക്ഷപ്പെടുന്നു. ഈ സമയത്ത് തന്നെ ഇവിടെ ഉണ്ടായിരുന്ന ഒരു ഉദ്യോഗസ്ഥൻ ഇയാൾക്ക് പുറകെ ഓടിയെത്തുന്നു. കൂടുതൽ പോലീസുകാർ ഓടിയെത്തുന്നു. ആ ദൃശ്യമാണ് നമ്മൾ ആദ്യം പുറത്തുവിട്ടത്. അതിനുശേഷം ഈ പ്രതി എങ്ങോട്ട് പോയി എന്ന് സംബന്ധിച്ച് പോലീസിന് വ്യക്തത ഉണ്ടായിരുന്നില്ല. ഇവർ ഈ മേഖലയിലാകെ തന്നെ തിരച്ചിൽ നടത്തുന്നു. അപ്പോൾ ഈ സമീപത്തെ വീടുകളിലുള്ളവരോടൊക്കെ ചോദിക്കുന്നുണ്ട്, ഈ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ഇവരാരും ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ പ്രതി ഈ കാണുന്ന വീട്ടിലേക്ക് ഈ പതുങ്ങിയിരിക്കുകയായിരുന്നു. പോലീസിന് ഒരു സംശയം തോന്നി. പോലീസ് ഇവിടെ പരിശോധന നടത്തുന്നതിനിടയിലാണ് ഇവിടെ നിന്ന് ഈ പ്രതിയെ വീണ്ടും പോലീസ് പിടികൂടുന്നത്. അതായത്